Hello, welcome to market discussion of the day. Today, January 23rd, 2026. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ തിങ്കളാഴ്ച മുതൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ ബേസിക് ലെവലിലൊരു ക്ലാസ്സാണ്. സോ വളരെ ഫോറക്സ് ട്രേഡിങ്ങിൽ ഒരു ബിഗിനറിന് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ് ഒന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു വളരെ ബേസിക് ലെവലിൽ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ള ആൾക്കാർക്ക് ഉള്ളൊരു ക്ലാസ് ആണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട്. അത് മാത്രമല്ല, 7 ദിവസവും ഒരുമിച്ച് ക്ലാസ്സിൽ കയറാൻ പറ്റുന്ന ആൾക്കാർ വേണം മെസ്സേജ് അയക്കാൻ. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഈ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു റിക്വസ്റ്റ് പ്രകാരമാണ്. കാരണം പല ആൾക്കാർക്ക് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ബേസിക്കലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ നോട്ട്സൊക്കെ എഴുതി ഇന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ കണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്താ പറയുക, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് എന്താ പറയുക ക്ലാസ്സുകൾ മനസ്സിലാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നത്. ഓക്കെ, സോ അതിനുശേഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം. അതിലൂടെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഡൗട്ടോ കൺസേൺസോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു അല്ലേ. സോ നമ്മുടെ നമ്മുടെ റഷ്യ ഉക്രൈൻ വാറ് സംബന്ധിച്ച് സ്വിറ്റ്സർലാൻഡിൽ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ചിട്ട് US പ്രസിഡൻറ്റും അതേപോലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടായി. സോ ആ മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആക്ച്വലി US ഒഫീഷ്യൽസും നമ്മുടെ പുടിനുമായിട്ട് മോസ്കോയിലുള്ളൊരു മീറ്റിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിനകത്തും ഒരു പ്രത്യേകിച്ച് ഒരു വാർ അവസാനിക്കാൻ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഇന്നും നാളെയായിട്ട് അബുദാബിയിൽ വെച്ച് ഈ 3 രാജ്യങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു മീറ്റിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ, ഒരു 4 മാസം മുന്നേ അല്ലെങ്കിൽ 3 മാസം മുന്നേ ആയിരുന്നു, അല്ലെങ്കിൽ ആക്ച്വലി 1 മാസം മുന്നേ ആയിരുന്നു ഈ മീറ്റിംഗ് നടന്നതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത്, ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇനിയിപ്പോൾ വാർ അവസാനിച്ചാലും ഗോൾഡിൻ്റെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ വാർ അവസാനിച്ചു അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ ചിലപ്പോൾ ഒരു $100 $200 ഒക്കെ താഴെ പോയേക്കാം, എന്നല്ലാതെ ഭയങ്കരമായൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു ഒരു പ്രതീക്ഷ വേണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് മേജറായിട്ടുള്ളൊരു കാര്യം. ഇന്നലെയും നമ്മൾ പറഞ്ഞു മേജറായിട്ടുള്ള ഈ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ചിട്ട് ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റിക് ബോഡി ലോഞ്ച് ചെയ്തു. അത് US പ്രസിഡൻ്റാണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ നമ്മളുടെ UN ഒക്കെ പോലെ ഒരു പുതിയൊരു ബോഡി ജനുവരി 22, 2026 സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്തു എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി ഇത് UN പോലെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ അതിൽ ഈ ബോർഡ് ചെയർഡ് ബൈ ഡൊണാൾഡ് ട്രംപ്, നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ ഒരുപാട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഉള്ളൊരു ബോർഡായിട്ടാണ് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഓൾറെഡി 20 to 30 കൺട്രീസ് സൈൻ ചെയ്തു. അതിനകത്തൊരു പ്രിലിമിനറി ഇൻട്രസ്റ്റ് കാണിച്ചു. അതിനകത്ത് കൺഫേം ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, പബ്ലിക്ലി ഇതിനകത്ത് മെമ്പേഴ്സ് ആവുമെന്ന് കൺഫേം ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ, തുർക്കി, ഈജിപ്റ്റ്, ഇസ്രായേൽ, അർജൻറ്റീന, ഇന്തോനേഷ്യ, ഹംഗറി ആൻഡ് UAE. സോ ഇത്രയും രാജ്യങ്ങളാണ് പബ്ലിക്ലി വന്നിട്ട് ഈ നമ്മുടെ ഈ ഒരു പുതിയ ബോഡിയായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അതേപോലെ ഫ്രാൻസ്, നോർവേ, സ്വീഡൻ ആൻഡ് UK ഡിക്ലൈൻ ടു ജോയിൻ. അവർ ജോയിൻ ചെയ്യാനായിട്ട് ഡിക്ലൈൻ ചെയ്തു. സോ ഭാവിയിൽ
എന്താ പറയുക, റഷ്യയും ചൈനയൊക്കെ ഇതിൻ്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊന്നും അറിയില്ല. സോ ഇന്ത്യ ഇതിൻ്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊന്നും നമുക്കറിയില്ല. ഓക്കെ, സോ ഇതൊക്കെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നമ്മളുടെ പ്രഷർ ഉണ്ടാക്കുന്നത് ഗോൾഡിലാണ്. സോ നമുക്കറിയാം ഗോൾഡ് ഇന്നലെ ഭയങ്കരമായൊരു മൂവ്മെൻറ്റ്, രാത്രി 4830 ആയിരുന്നു. ഞാനൊരു 8 മണിക്കൊന്നും ഒരു 7 മണിക്കൊന്നും ശേഷം ഞാൻ ചാർട്ടേ നോക്കാറില്ല കേട്ടോ. ഓക്കെ, സോ ഞാൻ ചാർട്ടൊക്കെ നോക്കുന്ന സമയത്ത് ആക്ച്വലി മാർക്കറ്റ് 4820 22 റേഞ്ചിലൊക്കെ ആയിരുന്നു. ഓക്കെ, സോ ഇതിനുശേഷം ഞാൻ ചാർട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പിന്നീട് ഞാൻ രാവിലെയാണ് നോക്കുന്നത്. രാവിലെ ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ മാർക്കറ്റ് 4960 റേഞ്ചിലൊക്കെ നിൽക്കുന്നു. എന്താ ഇത് അല്ലേ? സോ ഇതൊക്കെയാണ് റീസൺസ്. അപ്പം ബേസിക്കലി നമ്മൾ ചാർട്ട് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിളി പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പാണ് അല്ലേ. സോ ചാർട്ട് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇടുക, ടേക്ക് പ്രോഫിറ്റ് ചെയ്യുക, മാറിയിരിക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ടല്ല. ചാർട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയുന്ന എന്തിന് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ചോദിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ഉറപ്പായിട്ടും നമ്മുടെ ഗ്രീൻലാൻഡ് US വേണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് മീറ്റിംഗ്സ് നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൊരു സമയം ഉണ്ടായിട്ടില്ല. ഓക്കെ, കഴിഞ്ഞ 2 ദിവസമായിട്ട്. പക്ഷേ എന്നിരുന്നാലും പുള്ളിക്കാരൻ ലേറ്റസ്റ്റായിട്ട് മെനഞ്ഞാന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം എന്താണ്, ഒരു നെഗോസിയേഷൻ, ഗ്രീൻലാൻഡിൻ്റെ ഒരു നെഗോസിയേഷൻ നടക്കും, ഡെൻമാർക്കുമായിട്ട് നടത്താം, അതല്ലാതെ മിലിറ്ററി ഓപ്പറേഷനിലോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് മാർക്കറ്റ് മെനഞ്ഞാന്ന് നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. 4780 വരെയൊക്കെ മാർക്കറ്റ് എത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 4757 4760 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് മെനഞ്ഞാന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സംസാരത്തിന് ശേഷം. ഓക്കെ, സോ നമുക്കറിയില്ല എന്താ നടക്കാൻ പോകുന്നതെന്ന്. പക്ഷേ എന്നിരുന്നാലും ഓൾമോസ്റ്റ് 5000 ഒരിക്കലും എത്തിപ്പെടത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന 5000-ത്തിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഗോൾഡൊക്കെ പണ്ട് മേടിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം 3 ഇരട്ടി വിലയാണ് അല്ലേ, 3 ഇരട്ടി വില. അപ്പോൾ അത് ഭയങ്കര ഒരു ഗ്രോത്താണ് നമുക്ക് ഗോൾഡിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് അല്ലേ. സോ ബേസിക്കലി ഇത് ഇവിടെ തന്നെ നിൽക്കുമോ അല്ലോ ഇനി ഇത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് വളരെ കൂടുതൽ. കാരണം വേൾഡിൽ മൊത്തം പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇവിടം സേഫ് അല്ല എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക, ടെക്നിക്കൽ അടിസ്ഥാനമാക്കി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഞാൻ ഇന്ന് നമ്മുടെ മെറ്റാട്രേഡർ 5 അല്ല എടുത്തിട്ടുള്ളത്, ഞാൻ നമ്മുടെ നമ്മുടെ ട്രേഡിംഗ് വ്യൂ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY തന്നെ പോവാം. ഗോൾഡിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നേരെ ഞാൻ JPY പോകുന്നത് കേട്ടോ. എവിടെ വെച്ച് ബൈ എടുക്കാനാണ് അല്ലേ. സോ USD JPY 1 മിനിറ്റ്, USD JPY നമുക്ക് പോകുമ്പോൾ 158.59 മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത USD JPY 158 അവിടെയുള്ള ബൈ 158.90 ഞാൻ അവസാനിപ്പിച്ചു. നിങ്ങൾ അവസാനിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടെ അവസാനിപ്പിച്ചത്. എൻ്റെ ടേക്ക് പ്രോഫിറ്റ് കുറച്ചുകൂടെ മുകളിലാണ്, 159.2 പക്ഷേ ഞാൻ ട്രേഡ് മാനുവലി അവസാനിപ്പിച്ചതാണ്. ഓക്കെ, കാരണം മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള ഒരു ഇത് കാരണം. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. 158.59 നിൽക്കുന്നു മാർക്കറ്റ്. 158 അവിടെ കിട്ടിയാൽ, 158.1 അവിടെ കിട്ടിയാൽ, അറ്റ്ലീസ്റ്റ് 158.2 അവിടെ കിട്ടിയാൽ പോലും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് JPY പറഞ്ഞു പോകാനായിട്ടുള്ളത്. 158.1 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് USD JPY പറഞ്ഞു പോകാനായിട്ടുള്ളത്. USD JPYയുടെ ഒരു ലോങ്ങർ ടേമിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അറിയണം എന്നുള്ള ആൾക്കാർ നമ്മളുടെ ഇന്നലത്തെ വീഡിയോ കാണുക. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയാം. നമുക്ക് USD JPYയുടെ ഒരു ഡെയിലി ബേസിസിലെ ക്യാൻഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, 1 വീക്ക് ക്യാൻഡിൽ നോക്കാം, കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതെന്തിങ്ങനെ, അപ്പോൾ നമുക്ക് 1 ഡേ ക്യാൻഡിൽ നോക്കാം. സോ 1 ഡേ ക്യാൻഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എനിക്കിത് യൂസ് ചെയ്തിട്ട് വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതിങ്ങനെ
ഓക്കെ, ശരി. സോ നമുക്ക് മാർക്കറ്റ് ഒരു 162 മാർക്കറ്റ് കഴിഞ്ഞ വട്ടം എത്തിയിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഒരു ജാനുവരി സമയത്ത്. ഓക്കെ, സോ അതിന് മുന്നേ നിങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് ഇതിനകത്ത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കാണിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണേ. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ നോക്കിയാൽ മതി. 140 കഴിഞ്ഞ ജാനുവരിയിൽ 152 158 എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഒരു കഴിഞ്ഞ ജൂലൈ 20 ആണെന്ന് തോന്നുന്നു. ഓക്കെ, മാർക്കറ്റ് 162 ഓൾ ടൈം ഹൈ, 2000 ശേഷമുള്ള ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വെറും 20 ദിവസം കൊണ്ടാണ് ആക്ച്വലി 162 140 മാർക്കറ്റ് വീണത്. ഓൾമോസ്റ്റ് ഓഗസ്റ്റ് 2024 അല്ല 24 കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അതിനുശേഷം ബേസിക്കലി ഈ നമ്മുടെ GST JPYയുടെ ഒരു സ്വഭാവം 142 കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള സ്വഭാവം, ഈ സ്വഭാവം മാറാൻ കേട്ടോ. 142 to 162 അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള. സോ ഇവിടെ 162 അവിടെയാണ് അടുത്ത ഇനി എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, സോ ഇനി 162 അവിടെ എത്തിക്കിട്ടിയാൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റി, അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയില്ല എങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. സോ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു, 158 അവിടുന്ന് ബൈ, 157.40 അവിടെ സ്റ്റോപ്പ് ലോസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ടേക്ക് പ്രോഫിറ്റും എടുക്കാം. പക്ഷേ ലോങ്ങർ ടേമിൽ 162 to 142 ആ ഒരു വലിയ മൂവ്മെൻറ്റ് നമുക്ക് എടുത്ത് പോകണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ചിലപ്പോൾ ഒരു 3 മാസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അത് നമുക്ക് എടുത്ത് പോകണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനുള്ളത്. അൺലെസ് 162 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ ഉറപ്പായിട്ടും നമുക്കെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് പറഞ്ഞു പോകാനായിട്ട്, ലോങ്ങർ ടേമിലോട്ട്. ഓക്കെ, സോ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്ക് എപ്പോഴും എന്താ പറയുക, നമ്മൾ ട്രേഡിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്ത ഉറപ്പായിട്ട് ലോസുകൾ ഉണ്ടാവും അല്ലേ. ട്രേഡിനകത്ത് ലോസുകൾ ഇല്ലാതെ ഒരു എന്താ പറയുക, എന്താ പറയുക, ഒരു സെപ്പറേറ്റ് ഇൻകം ആയിട്ട് നമുക്കിത് ഉണ്ടാക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ മാർക്കറ്റ് താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യാം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എന്താണ്, നമുക്ക് മാർക്കറ്റ് തിരിച്ച് കയറിയാലും നമുക്കത് പ്രോഫിറ്റിൽ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ. സോ നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മളുടെ ഇത് നമുക്ക് ചെയ്യാനുള്ള 2 സാധനങ്ങളാണ്. രണ്ടാമത്തത് GBP USD. ഓക്കെ, സോ GBP USDയിൽ ഇപ്പോൾ നിൽക്കുന്നത് 1.34935 മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, 1.34935 മാർക്കറ്റ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടെ വീണ് കിട്ടണം, നമ്മൾ ഇന്നലെ പറഞ്ഞത് 1.3400 അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്നലെ ആക്ച്വലി നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു റേറ്റിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചെയ്തിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ പ്രൈസിൽ 1.3300 1.3200 പോലത്തുള്ള പ്രൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഉറപ്പായിട്ടും ഐ എം എക്സ്പെക്ടിങ് സംതിങ് ഫ്രം നമ്മുടെ GBP, ബിക്കോസ് GBPക്കെതിരെ അല്ലെങ്കിൽ UK-ക്കെതിരെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ നമുക്ക് താഴെ വീണ് കിട്ടിയാൽ GBP USD നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ബൈ എൻട്രീസ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്, ലോങ്ങർ ടേമിലോട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ്. ഓക്കെ, UK ബേസ് ചെയ്തിട്ടുള്ള UAE ബേസ് ചെയ്തിട്ടുള്ള SCയുടെ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. അതേപോലെ ASICയുടെ റെഗുലേഷനുള്ളൊരു ബ്രോക്കറാണ്. സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷനുള്ള ബ്രോക്കറാണ്. ഓക്കെ, സോ അങ്ങനത്തുള്ള എല്ലാ റെഗുലേഷൻസും ഉള്ള അത്യാവശ്യം മേജറായിട്ടുള്ള എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ് നമ്മുടെ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, UAE ബേസ് ചെയ്തിട്ട് CMAയുടെ റെഗുലേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നേരത്തെ സ്കാഡ് റെഗുലേഷൻസ് ആയിരുന്നു.
സോ എല്ലാ റെഗുലേഷൻസും ബേസിക്കലി എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും കമ്പനി തരുന്നുണ്ട്. ഈവൻ നമ്മളുടെ UAE ടീമിനെ ക്രിക്കറ്റിനകത്ത് NBA അല്ലെങ്കിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തൊരു ബ്രോക്കറാണ് നമ്മുടെ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതേപോലെ നമുക്ക് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സും നമുക്ക് എന്താ പറയുക സ്റ്റാർ ട്രേഡർ തരുന്നുണ്ട്. അത് നോക്കി അത്യാവശ്യം നമുക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടും എവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഓക്കെ, സോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം. ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം ഇവരുടെ ഡെപ്പോസിറ്റ് ബോണസ് തന്നെയാണ്. ഓക്കെ, സോ ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി തരുന്നത്. സോ 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. 10,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $12,250 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ലോങ്ങർ ടേമിൽ GBP USDയിലും നമ്മുടെ USD JPYയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്ത് പോകാനായിട്ടുള്ളത്. മനസ്സിലായില്ലേ? സോ ആ ഒരു രീതിയിൽ നമുക്കതിനെ കണ്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. UAE ക്ലയൻസിന് പ്രത്യേകം ലിങ്കാണ്. സോ ആ ലിങ്ക് നോക്കി തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങളുടെ രജിസ്ട്രേഷൻ നടത്താനെന്നും കൂടെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മളുടെ GBP USDയിലായിട്ടാണ് നമ്മളിപ്പം പറഞ്ഞു പോയത്. നമുക്ക് നേരെ യൂറോയിലോട്ട് വരുമ്പം യൂറോ എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ യൂറോ USDയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് യൂറോ വേഴ്സസ് ബ്രിട്ടീഷ് പൗണ്ടാണല്ലോ. യൂറോ USDയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോ USD 1.1747 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി 1.1800 എന്നുള്ളൊരു സെല്ലാണ്. ഓക്കെ, സോ 1.1800 സെല്ലെടുക്കുന്ന ആൾക്കാർ 1.1860 മുകളിലായിട്ട് ഒരു 20 പിപ്സെങ്കിലും മുകളിലായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. ഓക്കെ, അത് ബേസിക്കലി 1.1880 അവിടെയോ അല്ലെങ്കിൽ 90 അടുത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് വൈഡൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. കാരണം അവിടുന്ന് നമുക്ക് സെല്ല് കിട്ടിയാൽ നമുക്ക് മിനിമം ഒരു 200 പിപ്സിൻ്റെ എങ്കിലും പ്രോഫിറ്റ് നമുക്ക് എടുത്ത് മാറാം. അറ്റ്ലീസ്റ്റ് 150 പിപ്സിൻ്റെ എങ്കിലും പ്രോഫിറ്റ് എടുത്ത് മാറാം എന്നുള്ളൊരു കാൽക്കുലേഷനിൽ വേണം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 100 പിപ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും തെറ്റില്ലാത്ത കാര്യമാണ് 1.1800 എന്നുള്ളൊരു സെല്ല്. ഓക്കെ, സോ അതാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അല്ലാത്ത പക്ഷം യൂറോയിൽ നിന്ന് മാറി നിൽക്കാനാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് സെല്ലെടുക്കുന്നതുകൊണ്ട് തെറ്റില്ലാത്തൊരു കാര്യം കൂടെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ നമ്മൾ നേരെ നമ്മളുടെ ആശാനിലോട്ട് വരാം, ഗോൾഡിലോട്ട് വരാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഗോൾഡ് മൂവ് ചെയ്തത് ഓൾമോസ്റ്റ് 7000 പിപ്പാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 7000 പിപ്പ്, 6000 to 7000 പിപ്പിൻ്റെ മൂവ്മെൻറ്റാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണം എവിടെയും നമുക്കൊരു റെസിസ്റ്റൻസ് ഒന്നുമില്ല. സോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് എന്നൊക്കെ പറയാനായിട്ട് ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എന്താണ് 4830 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് പരീക്ഷണം നടത്താം. ഓക്കെ, എന്നല്ലാതെ എനിക്ക് എന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഇല്ല. 4830 ഉള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറയാനായിട്ട്. പക്ഷേ സ്റ്റോപ്പ് ലോസ് വൈഡൻ ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഞാൻ ഡെയിലി ബേസിസിൽ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ഡേറ്റുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് നടക്കുന്നുണ്ട്. അതേപോലെ ഇതിനകത്ത് ഗോൾഡിൻ്റെ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതെല്ലാം കാണാനായിട്ട് പറ്റും. ഇത് ടെലഗ്രാമിൽ ഇടുന്നുണ്ട്. എൻ്റെ ടെലഗ്രാം ചാനലിലോട്ട് നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ഡെയിലി ബേസിലുള്ള റേഞ്ചും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മേജർ റെസിസ്റ്റൻസ് ഏരിയ ഇതൊക്കെയാണ്. ഓക്കെ, മേജർ സപ്പോർട്ട് ഏരിയ ഇതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റീല് കാണാൻ നേരത്ത് മനസ്സിലാവും.
ഓക്കെ, സോ നിങ്ങൾ കണ്ടു പോവുക. അപ്പം എന്താ പറയുക, ഒരു ഐഡിയ കിട്ടും, ബ്രേക്ക് ഔട്ട് എവിടെയാണ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ബേസിക്കലി അത് നോക്കി തന്നെ പോയി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും. കാരണം ഞാൻ ഒരു കാരണവശാലും സെല്ല് ചെയ്യാനായിട്ട് ഈ ഒരു മാർക്കറ്റിൽ പറയൂല. ഓക്കെ, സെല്ല് ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എന്നാലും എന്താ പറയുക, സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബൈയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. ഓക്കെ, ചെയ്ത് മുന്നോട്ട് പോവുക. സെല്ലോട്ട് നിൽക്കാതിരിക്കുക. ഗോൾഡ് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ ആയിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.